എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. ജൂലൈ മാസം എന്ന അനുഗ്രഹിക്കപ്പെട്ട മാസം കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി തന്നു. ഈ 7-ാം മാസം മുതൽ, അല്ലെങ്കിൽ ഈ വർഷത്തിൻ്റെ 2-ാം പകുതി മുതൽ ഒരു പുതിയ ഷിഫ്റ്റ് നടക്കുമെന്ന് നാം നമ്മോട് പറയുക. നാം നമ്മെ തന്നെ ബലപ്പെടുത്തുക. ഈ വർഷത്തിൻ്റെ 2-ാം പകുതി അത്ഭുതമായിരിക്കും എന്ന് നാം നമ്മോട് തന്നെ പ്രവചിക്കുക. നാം നമ്മെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കുക. യെഹെസ്കേൽ പ്രവാചകൻ അസ്ഥിയോട് പ്രവചിച്ചതുപോലെ ഇന്ന് നാം നമ്മുടെ ശൂന്യമായ സാഹചര്യങ്ങളോട് പ്രവചിക്കുക. പ്രവചനം എന്ന് പറയുമ്പോൾ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. നാളെകളെ ഇന്ന് തന്നെ കാണുക. നാളെ ഒരു നല്ല കാര്യം നടക്കുമെന്ന് വിചാരിച്ച് കാത്തിരിക്കരുത്. നാളെയല്ല, ഇന്നാണ് അത്ഭുതം നടക്കുന്നത്. ഇന്ന് എന്ന് പറയുന്ന ദിവസത്തെക്കുറിച്ചാണ് എബ്രായ ലേഖനത്തിൽ പറയുന്നത്. അപ്പോൾ ഇന്നലകളുടെ നാളെയാണ് ഇന്ന്. ഒന്നുകൂടി പറയാം, ഇന്നലെയുടെ നാളെയാണ് ഇന്ന്. അപ്പോൾ അറിയണം, നമ്മുടെ നാളെയെന്ന് പറയുന്നത് ഇന്ന് തന്നെ നമുക്ക് ആരംഭിക്കാൻ കഴിയും. നമ്മളാ തീരുമാനിക്കുന്നത്. നാളെ ഒരു ദിവസം ഞാനത് ആരംഭിക്കും, നാളെ അങ്ങനെ ചെയ്യും, നാളെയാണ് ഞാനൊരു പുതിയ ചുവട് വെക്കാൻ പോകുന്നത്. ഇല്ല, നീ ഒരു തീരുമാനമെടുക്കുമ്പോൾ അത് ഇന്ന് എന്ന് പറയുന്ന ദിവസം ആരംഭിക്കുക. ചെറുതായി തുടങ്ങുക. ഒരാനയെ തിന്നണമെങ്കിലും ഒരു കടിയിൽ ആരംഭിക്കണമെന്നുള്ള ചൊല്ലുപോലെ ചെറുതായി തുടങ്ങുക. ഇന്ന് പ്രത്യേകിച്ച് ഒരു 1-ാം തീയതി എന്ത് തുടങ്ങിയാലും അതിനകത്ത് ഒരു മൂവ് ഉണ്ടാകും. ഇന്ന് ഇപ്പോൾ ഒരു വർക്കൗട്ട് ചെയ്യണമെങ്കിൽ പോലും ഇന്ന് ഒരു 10 പുഷപ്പ് എടുക്കുക, മതി, അത് മതി. അല്ലെങ്കിൽ ഒരു 10 സിറ്റപ്പ് ചെയ്യുക. ഇരുന്നിട്ട് 10 പ്രാവശ്യം എഴുന്നേൽക്കുക. അങ്ങനെ ഒരു 10 ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ തലച്ചോറിനകത്ത് ഒരു കാര്യം രജിസ്റ്റർ ആകും, നമ്മൾ വർക്കൗട്ട് തുടങ്ങിയെന്ന്. എന്തെങ്കിലും ഒരു നല്ല കാര്യം, പണം സേവ് ചെയ്യുക, ആ കാര്യത്തിൽ നാം ഇന്നൊരു 100 രൂപ ഒരു സ്ഥലത്തോട്ട് മാറ്റിവെക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ സേവിങ്സ് ആരംഭിച്ചു എന്ന് നമ്മുടെ തലച്ചോറിൽ രജിസ്റ്റർ ആകും. അതുപോലെ ചെറിയ കാര്യങ്ങൾ തുടങ്ങുക. ഈ മാസം മുതൽ ഒരു 1000 രൂപ ഞാൻ ബാങ്കിലിടും എന്ന് പറയുന്നതിനേക്കാൾ 100 രൂപ ഇന്ന് തന്നെ അങ്ങോട്ട് മാറ്റിവെക്കുക. അങ്ങനെ ചെറിയ കാര്യങ്ങൾ, വലിയ പദ്ധതികൾക്ക് ചെറിയ തുടക്കങ്ങൾ കുറിക്കുക. സക്കറിയ പ്രവചനം 4 പറയുന്നു, സർവ്വഭൂമിയിൽ ഊടാടിച്ചെല്ലുന്ന ദൈവത്തിൻ്റെ കണ്ണ് സെരുബാബേലിൻ്റെ കയ്യിലുള്ള തൂക്കുകട്ട കണ്ട് സന്തോഷിക്കുന്നു. വലിയ പണിക്ക് വേണ്ടി ഇറങ്ങിയ സെരുബാബേൽ ചെറിയ കാര്യം തുടങ്ങി വെച്ചു, ചെറുതായ സ്റ്റെപ്പുകൾ വെച്ചു. ചെറുതായ സ്റ്റെപ്പുകൾ വലിയ പദ്ധതികളാണെന്ന് മറന്നു പോകരുത്. ഇന്ന് ഭൂമിയിൽ കാണുന്ന വലിയ പദ്ധതികളെല്ലാം ചെറിയ ചുവടുകൾ വെച്ചതാണ്. ആ സത്യം ആരും മറന്നു പോകരുത്. ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. ദൈവത്തിൻ്റെ ശക്തിയിൽ നമുക്ക് ആശ്രയിക്കാം. കർത്താവിലും കർത്താവിൻ്റെ അമിത ബലത്തിലും നമുക്ക് ഒരുമിച്ച് ശക്തിപ്പെടാൻ കർത്താവ് കൃപ തരട്ടെ. ഇന്ന് നമ്മൾ റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിലേക്ക് വരികയാണ്. സൃഷ്ടി ദ്രവത്വത്തിൻ്റെ ദാസ്യത്തിൽ നിന്നുള്ള വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കുമെന്ന് ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. 21-ാം വാക്യം, മനഃപൂർവമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവൻ്റെ കൽപ്പന നിമിത്തമത്രേ. 22-ാം വാക്യം, സർവ്വ സൃഷ്ടി ഇന്ന് വരെ ഒരുപോലെ ഞെരങ്ങി ഈറ്റുനോവോടെ ഇരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. അപ്പോൾ ഇന്ന് ഭൂമിയിലുള്ള എല്ലാ സൃഷ്ടികളും ഒരു വീണ്ടെടുപ്പിന് വേണ്ടി കാത്തിരിക്കുന്നു. അതെങ്ങനെയാണെന്ന് 23-ാം വാക്യത്തിൽ, ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചിരിക്കുന്ന
നാമും നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. ആത്മാവെന്ന ആദ്യ ദാനം നമുക്ക് ലഭിച്ചു. അതായത് സ്വർഗത്തിൽ ജീവിക്കാൻ ദൈവം നമുക്ക് തന്ന ആദ്യത്തെ ദാനമാണ് ആത്മാവ്. ഇനി നമുക്ക് ലഭിക്കേണ്ടത് നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പാണ്. ശരീരത്തിൻ്റെ വീണ്ടെടുപ്പും കൂടി ആയാൽ നമ്മൾ പൂർണ്ണരാകും. അപ്പോൾ നമുക്കൊരു വീണ്ടെടുപ്പ് നടക്കുന്നത് കർത്താവിൻ്റെ വരവിലാണ്. കർത്താവിൻ്റെ വരവോടുകൂടി എല്ലാ സൃഷ്ടികൾക്കും ഒരു വീണ്ടെടുപ്പുണ്ടാകും. അവർ ഒരു ദാസ്യത്വത്തിൽ നിന്ന്, ഒരു മായയ്ക്ക് കീഴിൽ നിന്ന്, അവർ ദ്രവത്വത്തിൽ നിന്ന് അവർ പുറത്തു വരും. എല്ലാ സൃഷ്ടികളും ആ ശാപത്തിൻ്റെ കീഴിൽ നിന്ന് പുറത്തു വരും. ഒന്നും കൂടി പറഞ്ഞാൽ, ആദാമിനെ ഹവ്വയെ സൃഷ്ടിച്ച നാളിൽ സൃഷ്ടികൾക്കുണ്ടായിരുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്. നിലം അതിൻ്റെ ഫലം കൊടുക്കുമായിരുന്നു, മുള്ളും പറക്കാരയും ഇല്ലായിരുന്നു, എല്ലാ വൃക്ഷങ്ങൾക്കും നല്ല ഫലമുണ്ടായിരുന്നു. അങ്ങനെ ഒരു കാലം ഈ സൃഷ്ടിക്കുണ്ടായിരുന്നു. ഇതെല്ലാം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലാണ് അസ്തമിച്ചത്. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവം ഭൂമിയെ ശപിച്ചു. നിലം അതിൻ്റെ ഫലം തരില്ല. ഇനി നല്ല ഫലം, വിളവ് ലഭിക്കാതെ വണ്ണം മുള്ളും പറക്കാരെയും മുളച്ച് എല്ലാ സൃഷ്ടികളും ഫലം കുറഞ്ഞതായി മാറി. നമ്മുടെ വീട്ടുമുറ്റത്തെ മാവ് എല്ലാ മാസവും ഫലം കായ്ക്കേണ്ടതായിരുന്നു. നമ്മുടെ പ്ലാവിൽ എല്ലാ മാസവും ചക്കയുണ്ടാകേണ്ടതായിരുന്നു. നമ്മളിവിടെ എന്ത് നട്ടാലും നല്ല ഫലം ഉണ്ടാകേണ്ടതായിരുന്നു. എന്നാൽ അതില്ലാതെ പോയി. എല്ലാ ഫലങ്ങളും എല്ലായ്പ്പോഴും കായ്ക്കേണ്ട വൃക്ഷങ്ങളാണ് വല്ലകാലത്തും എന്ന ഒരു പരിമിതിയിലോട്ട് മാറിയത്. അപ്പോൾ കർത്താവിൻ്റെ വരവോടുകൂടി പരിമിതികളെല്ലാം മാറിപ്പോകും. 1000 ആണ്ട് വാഴ്ചയിൽ നമ്മൾ വായിക്കുന്നു, എല്ലാ മാസവും പുതിയ ഫലം കായ്ക്കും. യെഹെസ്കേൽ 47 പറയുന്ന ആ നദി, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത വലിയ നദി, ആലയത്തിൻ്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് ഒഴുകുന്ന ആ ചെറിയ ഒഴുക്കിൽ ആരംഭിച്ച നദി, ആ നദി ഒഴുകിയിടത്ത് എല്ലാ മാസവും പുതിയ ഫലങ്ങൾ കായ്ക്കുന്നു. ആ വൃക്ഷത്തിൻ്റെ ഇലകൾ രോഗശാന്തിക്ക് പ്രയോജനപ്പെടുന്നു. ഒത്തിരി ഫലങ്ങൾ, ഇല പോലും ഫലമുള്ളതായി മാറും. അതുപോലെ എല്ലാം ഫലമുള്ളതായി മാറുന്ന ഒരു കാലം ഇനിയും ഈ ഭൂമിക്ക് ശേഷിക്കുന്നു. യേശുവിൻ്റെ രാജത്വം, യേശു രാജാവായി ഭൂമിയിൽ 1000 ആണ്ട് വാഴുന്ന ആ മനോഹര കാലത്ത് മായയുടെ കീഴിൽ നിന്ന് എല്ലാ സൃഷ്ടികളും പുറത്തു വരും. 23 ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ്, അതായത് ഈ ശരീരത്തിൽ നിന്ന് നമ്മൾ പുറത്തു വരും. രോഗമില്ലാത്ത, നിലനിൽക്കുന്ന, ദ്രവത്വമില്ലാത്ത ഒരു ശരീരത്തിലേക്ക്, ഒന്നുകൂടി പറഞ്ഞാൽ ദൈവദൂതന്മാർക്ക് തുല്യമായി അനശ്വരമായ ശരീരത്തിൻ്റെ ഉടമസ്ഥരായി തേജസ്സുള്ളവരായി നാം മാറും എന്ന് ദൈവവചന വെളിപ്പാടുകൾ നമ്മോട് പറയുന്നു. അടുത്തത് 24 പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ പ്രത്യാശയാണ് രക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെയും അനുഗ്രഹം. നമുക്ക് വലിയ പ്രത്യാശയാണ്. നാളെ എന്ന് പറയുന്നത് നമുക്ക് സന്തോഷമാണ്. ഇന്ന് നമുക്ക് സന്തോഷമാണ്, എന്നാൽ നമ്മുടെ നാളുകൾ നമ്മൾക്ക് ഭയമല്ല, നാളുകൾക്ക് പ്രത്യാശയാണ്.
ആശയും അതിനേക്കാൾ വലിയ ആശയും. അതാണ് പ്രത്യാശ. പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. യേശുവിനെ സ്വീകരിച്ചതും കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചതും വലിയ പ്രത്യാശ കൊണ്ടാണ്. ഈ ഭൂമിയിലെ താൽക്കാലികമായ വീടും സൗകര്യങ്ങളുമെല്ലാം അത് അനുഭവിച്ച് കഴിയുമ്പോൾ നമുക്ക് മടുപ്പുണ്ടാകും. അതെല്ലാം കർത്താവ് തരാറുണ്ട്, 100 മടങ്ങ് തരാമെന്ന് ഉറപ്പും തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം അനുഭവിച്ച് കഴിയുമ്പോൾ മടുപ്പ് വരും. എന്നാൽ മടുപ്പില്ലാത്ത മറ്റൊന്ന് നമുക്കുണ്ട്. അത് മരണാനന്തര നിത്യതയിൽ കർത്താവ് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ. അതിനെയാണ് പ്രത്യാശ എന്ന് പറയുന്നത്. പ്രത്യാശ എന്ന് പറയുന്നത് അമേരിക്കയല്ല, പ്രത്യാശ കാനഡയല്ല, പ്രത്യാശ 10 കൊല്ലങ്ങൾക്കപ്പുറമുള്ള ജോലിയല്ല, പ്രത്യാശ മക്കളെയും കാണുന്നതുമല്ല. അതെല്ലാം ഈ ഭൂമിയിൽ ദൈവമില്ലാത്തവർക്ക് പോലും ദൈവം വെച്ചിരിക്കുന്ന നന്മയാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, ദുഷ്ടന്മാർക്കും നീതിമാന്മാരുടെ മേലും ഒക്കെ വെയിലും മഴയും അയക്കുന്ന ദൈവം. ദുഷ്ടന്മാർക്കും ദൈവം അത് കൊടുക്കുകയാണ്, നീതിമാന് മാത്രമല്ല. അതുകൊണ്ട് അതിനെയല്ല പ്രത്യാശയെന്ന് വിളിക്കുന്നത്. വാസ്തവത്തിൽ പ്രത്യാശയെന്ന് പറഞ്ഞാൽ മരണത്തിനപ്പുറമുള്ള കാര്യങ്ങൾ ഇപ്പോഴേ നടക്കുമെന്നുള്ള നമ്മുടെ ആശയുടെ പേരാണ് പ്രത്യാശ. അത് വാസ്തവമായിട്ട് നമുക്കുള്ളതാണ്. കാണുന്ന പ്രത്യാശയോ പ്രത്യാശയല്ല. 24-ാം വാക്യം. കാണുന്ന പ്രത്യാശ ഭൗതിക ലോകത്തിലെ കാര്യങ്ങളല്ല, ഈ ഭൂമിയിലുള്ളതല്ല പ്രത്യാശ. ശരീരം വിട്ടതിന് ശേഷമുള്ളതാണ് പ്രത്യാശ എന്ന് ബൈബിൾ പറയുന്നു. അടുത്തത്, ഒരുത്തൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നത് എന്തിന്? അത് ദുഷ്ടന്മാർക്കും നീതിമാന്മാർക്കും ഒക്കെ ഒരുപോലെ ദൈവം കൊടുക്കുന്നു. ചില രാജ്യങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ദൈവത്തെയും വിശ്വാസമില്ല, പിശാചിനെയും വിശ്വാസമില്ല. ചിലടത്ത് എന്നാൽ പിശാചിനെ മാത്രം ആരാധിക്കുന്നവർ. അപ്പം ഇങ്ങനെയുള്ളവർക്ക് പോലും ദൈവത്തെ ആരാധിക്കുന്നതിനേക്കാളൊക്കെ കൂടുതൽ കാര്യമുണ്ട്. അത് എന്തുകൊണ്ടാണ്? ദൈവം എല്ലാവരെയും ഒരുപോലെ, അവർ ദൈവത്തെ സേവിച്ചാലും സേവിച്ചില്ലെങ്കിലും ദൈവം നല്ലവനായതുകൊണ്ട് സൃഷ്ടിച്ചു പോയില്ലേ, അതുകൊണ്ട് ദൈവം അവരെ അനുഗ്രഹിച്ചിട്ടിരിക്കുകയാണ്. ഇനി ദൈവത്തെ സേവിച്ചില്ലെങ്കിലും ദൈവം അവരെ അഭിവൃദ്ധിപ്പെടുത്തും. അതുകൊണ്ട് ഇതൊന്നും വെച്ച് നമ്മൾ നമ്മുടെ ആത്മീക ജീവിതത്തെ മനസ്സിലാക്കരുത്. കാണുന്ന പ്രത്യാശയല്ല. ഒരുത്തൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നത് എന്തിന്? അടുത്ത വാക്യം, 25-ാം വാക്യം. നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നു എങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കും. കാണാത്തതിനായി പ്രത്യാശിക്കും. അതുകൊണ്ടാണ് ഏറ്റവും നല്ല ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കുമെന്ന് വിചാരിച്ച് അവർ ഭേദ്യമേറ്റു എന്ന് നമ്മൾ എബ്രായലേഖനം 11-ാം അധ്യായത്തിലൊക്കെ വായിക്കുന്നു. അവർക്ക് ഏറ്റവും നല്ല ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകുമെന്ന് വിചാരിച്ച് ഒരു പീഡനങ്ങൾ സഹിച്ചു, മരിക്കാൻ തയ്യാറായി. അതിനു മുമ്പുള്ളവരെല്ലാം രാജ്യങ്ങളെ അടക്കിയവരും തീയുടെ ബലം കെടുത്തിയവരുമാണ്. എന്നാൽ അടുത്ത ഘട്ടത്തിലേക്ക് വന്നവർ പ്രത്യാശയിൽ, വിശ്വാസത്തിൽ അടുത്ത ഗ്രേഡുള്ളവരാണ്. അവർ തീയുടെ ബലം കെടുത്തിയില്ല, അവർ സിംഹത്തിൻ്റെ വാ അടക്കാൻ മെനക്കെട്ടില്ല, സിംഹത്തിൻ്റെ വായിൽ അകപ്പെട്ടു, തീക്കകത്ത് വെന്തുപോയി, ഭേദ്യമേറ്റു, കാടുകളിലും മലകളിലും ഉഴന്നു നടന്നു. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. ദാനിയേലിന് ലോകം അനുഗ്രഹമായിരുന്നു, ജോസഫിന് ലോകം അനുഗ്രഹമായിരുന്നു. ആരംഭം അല്പമായിരുന്നെങ്കിലും അന്ത്യം അവർക്ക് അതിമഹത്തായിരുന്നു. യോബിന് ദൈവം ഇരട്ടിയായി കൊടുത്തു. അതെല്ലാം എബ്രായലേഖനത്തിലെ വിശ്വാസികളുടെ സമൂഹത്തിൻ്റെ ആദ്യഘട്ടമാണ്. അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ ലോകം ഞങ്ങൾക്ക് യോഗ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കാൻ തയ്യാറായ കോലാടുകളുടെയും ജടയാടുകളുടെയും തോൽ ധരിച്ചു എന്ന് പറയുന്ന അടുത്ത നിലവാരത്തിലുള്ള വിശ്വാസവീരന്മാർ. അങ്ങനെ എബ്രായലേഖനം
ഈ രണ്ട് രീതിയിൽ നിങ്ങൾ കാണും. ഈ ഭൂമിക്കപ്പുറം വലിയ പ്രതീക്ഷ വെച്ചവർ പൗലോസിനെ പോലെയുള്ളവർ, ഈ ലോകത്തെ ചപ്പും ചവറുമായി എണ്ണിയവരും ബൈബിളിലുണ്ട്. എന്നാൽ ഈ ലോകത്തിലും നല്ല ജീവിതം നയിക്കാൻ വിശ്വാസം പ്രസംഗിക്കുന്നവരെ വിമർശിക്കരുത്. അവർക്ക് അത്രയും വെളിപ്പാടേ ഉള്ളൂ. മാത്രമല്ല, ചില സമയങ്ങളിൽ നമ്മൾ അത് തന്നെ അവരെ ബലപ്പെടുത്തണം. അത് അവരുടെ ശൈശവഘട്ടമാണ്. ശൈശവഘട്ടത്തിലുള്ളവരോട് ആത്മീക ജീവിതത്തിൻ്റെ രണ്ടാം ഘട്ടം പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകില്ല. അപ്പം അവരോട് അത് പറയണം. അത് പറഞ്ഞു കഴിയുമ്പോൾ മറ്റുള്ളവർ വിമർശിക്കും, ഇവര് ഭൗതികം പറയുന്നു. അല്ല, ചിലരോട് ഭൗതികം പറയണം. ഭൗതിക ലോകം കഴിഞ്ഞിട്ടൊരാത്മീക ലോകമുണ്ടെന്ന് അവരെ പഠിപ്പിക്കണം. ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും പലതും ആസ്വദിക്കുവാൻ തരുമെന്ന് ദൈവം പറഞ്ഞതാണ്. അതുകൊണ്ട് രണ്ടും നമ്മൾ അവരെ പഠിപ്പിക്കണം. ആത്മീയ പക്വത ലഭിച്ചവർക്ക് ഇത് മനസ്സിലാകും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ മാസം രണ്ട് നിലവാരത്തിൽ ഉയരുന്നവരായി ദൈവം നമ്മെ മാറ്റട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ജൂലൈ മാസം 1-ാം തീയതി മുതൽ കർത്താവിലുള്ള വിശ്വാസത്തിൽ പ്രത്യാശ കൊണ്ട് നിറഞ്ഞവരായി, കാണാത്ത കാര്യങ്ങളെ മുറുകെ പിടിക്കുന്നവരായി, ഭൗതിക ലോകത്തിലും ആത്മീക ലോകത്തിലും ഒരുപോലെ തേജസ്സുള്ളവരായി തീരുവാൻ ഈ ജൂലൈ മാസം 1 മുതൽ ഈ മക്കൾക്ക് കൃപയുണ്ടാകട്ടെ. ഈ മാസം ഒരു പ്രത്യേക മാസമാകയാൽ രണ്ടാം ഘട്ടം, ഈ വർഷത്തിൻ്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുന്നത് കൊണ്ട് ഈ മക്കളെ പ്രത്യേകം ദൈവസന്നിധിയിൽ വെച്ച് അനുഗ്രഹിക്കും, പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കും. സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ, വിടുതലുകൾ ഉണ്ടാകട്ടെ, പുതുവഴികൾ തുറക്കട്ടെ, പുതുവാതിലുകൾ തുറക്കട്ടെ. ഈ മാസം മുതൽ പുതിയ ഷിഫ്റ്റുകൾ നടക്കട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കും. നാളെ ഈ മാസത്തിലെ ആദ്യത്തെ ഉപവാസ പ്രാർത്ഥന നാളെ രാവിലെ 10:00 പ്രൈസ് ജനറേഷനിൽ വെച്ചുകൊണ്ട് കടന്നു വരിക. ഗോഡ് ബ്ലെസ് യു. സ്തുതിക്കാം നമ്മൾ നന്ദിയ സ്തുതിക്കാം പരിശുദ്ധനെ, സ്തുതിക്കാം പുത്രനെ തന്ന ദൈവത്തെ, സ്തുതിക്കാം സ്തുതിക്കാം സ്തുതിക്കാം.